പാണക്കാട് കുടുംബത്തിന് എതിരെ വിമർശനം ഉന്നയിച്ച ഉമർ ഫൈസിക്കെതിരെ നേതൃത്വം നടപടിയെടുക്കണമെന്ന് മുസ്ലിം ലീഗിലെ സംസ്ഥാന നേതാവ് ജബ്ബാർ ഹാജി ആവശ്യപ്പെട്ടു. പാണക്കാടും സമസ്തയും ഒരുമിച്ച് പോകരുത് എന്നാണ് ഇവരുടെ ലക്ഷ്യമെന്നും ജബ്ബാർ ഹാജി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. പാരമ്പര്യം സമസ്തയെ പഠിപ്പിക്കേണ്ടെന്നും പാണക്കാട് കുടുംബം ജമാഅത്തെ ഇസ്ലാമിയുമായി സഹകരിക്കുന്നു എന്നുമായിരുന്നു ഉമർ ഫൈസിയുടെ വിമർശനം. സമസ്തയിലെ ലീഗ് വിരുദ്ധരും ലീഗ് അനുകൂലികളും തമ്മിൽ കാലങ്ങളായി തുടരുന്ന അസ്വാരസ്യങ്ങൾ അത് പലകുറി പാണക്കാടിനെതിരെയുള്ള വിമർശനങ്ങളായി നമ്മൾ കണ്ടിട്ടുണ്ട്. പലപ്പോഴും മുസ്ലിം ലീഗ് നേതൃത്വത്തിനെതിരെയും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉണ്ടാവുകയും പതിവാണ്. ഒരിടയ്ക്ക് ഇതെല്ലാം പറഞ്ഞു പരിഹരിക്കുമെന്ന ഘട്ടത്തിലെത്തിയിരുന്നു. കുറച്ചൊക്കെ തർക്കങ്ങളിൽ അയവ് വന്നിരുന്നു. എന്നാൽ ഉമർ ഫൈസി മുക്കത്തിന്റെ ഒരു പരാമർശത്തോടെ വീണ്ടും വിവാദങ്ങൾക്ക് തലപൊക്കുകയാണ്. 100ാം വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഒരു ശതാബ്ദി യാത്ര നടത്തിയത് കണ്ടു. എന്നാൽ അതിനു പിന്നാലെ പാണക്കാട്ട് ഒരു പൈതൃക പരിപാടി SYS നടത്തി. ഇത് പൂർണ്ണമായും ലീഗ് അനുകൂലികൾ നടത്തിയ ഒരു പരിപാടിയായിരുന്നു. ഈ പൈതൃക സമ്മേളനം നടത്തിയതിനു പിന്നാലെയാണ് ഉമർ ഫൈസി മുക്കം വീണ്ടും പാണക്കാടിനെതിരെ പറഞ്ഞ് രംഗത്ത് വരുന്നത്. പാണക്കാട്ടെ പാരമ്പര്യം പറഞ്ഞുകൊണ്ട് സമസ്തയെ പഠിപ്പിക്കേണ്ടെന്നും ലീഗുമായും മുസ്ലിം ലീഗിന് ജമാഅത്തെ ഇസ്ലാമിയുമായും മുജാഹിദുമായിട്ട് ബന്ധമുണ്ടെന്നും അവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയാണ് പാണക്കാട്ട് കുടുംബം തുടർന്നു പോരുന്നത് എന്നുമാണ് ഉമർ ഫൈസിയുടെ വിമർശനം. വാപ്പയ്ക്ക് തങ്ങളുടെയും പൂക്കോയ തങ്ങളുടെയും മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെയും ഹൈദർ അലി ശിഹാബ് തങ്ങളുടെയും പൈതൃകവും പാരമ്പര്യവും പറഞ്ഞുകൊണ്ട് സമസ്തയെ പഠിപ്പിക്കണ്ട. ആ പാരമ്പര്യം തന്നെയാണ് സമസ്തയുടെ പാരമ്പര്യം. അവർക്കുള്ള ആ പാരമ്പര്യം പഠിപ്പിച്ചത് സമസ്തയാണ്. എന്നാൽ ഇതിന് ശക്തമായ ഭാഷയിൽ തന്നെ തിരിച്ചടിക്കുകയാണ് മുസ്ലിം ലീഗ് നേതാവും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷനുമായ ജബ്ബാർ ഹാജി. പാണക്കാടിന്റെ പൈതൃക കളക്കമ്പൽ ആര്? ഇവരാണോ പാണക്കാട് പാരമ്പര്യത്തെ പരിഗണിക്കേണ്ടത്? പാരമ്പര്യം ഉള്ളവർക്കല്ലേ അത് പറയാൻ കഴിയുള്ളൂ. പാരമ്പര്യം ഇല്ലാത്ത ഇവർക്ക് എന്ത് പറയാനുള്ളത്? ഇനി നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിലും സമസ്തയിലെ ഇരു കൂട്ടരും തമ്മിൽ വിവാദങ്ങളിലേക്ക് വീഴുകയും വീണ്ടും വിവാദങ്ങളുമായി മുന്നോട്ട് പോകാനുമാണ് ഓരോ പ്രശ്നങ്ങളും വീണ്ടും തലപൊക്കുന്നത്. ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.